എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിച്ചുകൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ ഫാമിലിയില്ലേ, അവരാണെങ്കിൽ ഇപ്പോൾ ഈ കേസൊക്കെ നടക്കുന്നത് കാരണം അവരവരുടെ വീട്ടിലോട്ട് വരുമായിരുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ ഫുള്ള് റിപ്പോർട്ടേഴ്സും അതേപോലെ തന്നെ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ ഫാമിലി ഉണ്ടല്ലോ, അവരാണെങ്കിൽ യൂൻസങ്ങിൻ്റെ കൂടെ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടില്ലായിരുന്നോ. അവനാണെങ്കിൽ ഇവർക്ക് ഒരുപാട് പണം കൊടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഈ ക്യൂൻസ് ഗ്രൂപ്പിലുള്ള ഹാങ്ങിൻ്റെ ഫാമിലിനെ നല്ലതുപോലെ പറ്റിച്ചു. അവർക്കാണെങ്കിൽ പറഞ്ഞത്ര എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിലാണെങ്കിൽ ഇപ്പോൾ വലിയൊരു വിവാദം തന്നെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഇവരുടെ പേരിൽ നല്ല ചീത്തപ്പേരും ഉണ്ട്. ആ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് എല്ലാം ഈ വീടിന് ചുറ്റാകെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത്. ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഗ്രേസ് ആണെങ്കിൽ ഹാങ്ങിൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയും, നിങ്ങളെല്ലാവരും ഈ വീടിൻ്റെ പുറകുവശത്തോട്ട് പോവാം, ഇതിലേ നിങ്ങൾക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിൻ്റെ ഫാമിലി എല്ലാവരും ഗ്രേസിനെ വിശ്വസിച്ച് അങ്ങോട്ടേക്ക് വരും. സത്യം പറഞ്ഞാൽ ഗ്രേസ് ആണെങ്കിൽ ഇവിടെ വലിയൊരു പ്ലാനിങ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഹാങ്ങിൻ്റെ ഫാമിലിയുടെ മൊത്തം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ 2-3 റിപ്പോർട്ടേഴ്സിനെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവർ പറയും ഇപ്പം തന്നെ ഹാങ്ങിൻ്റെ വീട്ടുകാർ വരും, നിങ്ങൾ അവിടെ എങ്ങാനും ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുത്താൽ മതി എന്ന്. ഇത് കേൾക്കുന്നേ ആ റിപ്പോർട്ടേഴ്സ് അങ്ങനെ ഒളിഞ്ഞൊക്കെ ഇരിക്കും. നമ്മളുടെ ഹാങ്ങിൻ്റെ ഫാമിലി ആണെങ്കിൽ അവിടെയായിട്ട് എത്തുന്നതും അവർ പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഗ്രേസ് ആണെങ്കിൽ അവിടെ ഇവരുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. ഗ്രേസിൻ്റെ സംസാരം കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിൻ്റെ ഫാമിലിക്ക് മനസ്സിലാവും, അതായത് ഇത്രയും കാലം ഇവർ നമ്മളുടെ കൂടെ നിന്നിട്ട് ചതിക്കുമായിരുന്നു എന്ന്. അവരാണെങ്കിൽ ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നത്. അവിടെ നമ്മുടെ ഈ ഗ്രേസ് പറയും, നിങ്ങൾക്കിനി അകത്തോട്ട് കയറണമെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ നിങ്ങളുടെ സ്യൂട്ട് കേസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളാണെങ്കിൽ അതും എടുത്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പോക്കോ, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രേസ് അങ്ങ് കൈ ഒഴിയും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മളുടെ ഹാങ്ങിൻ്റെ ഫാമിലി എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവർക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി അറിയത്തില്ലല്ലോ. അവരുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ക്യാഷും ഇല്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഈ റിപ്പോർട്ടേഴ്സ് എല്ലാം ഇവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ റെഡിയാവും. വേഗം തന്നെ നമ്മുടെ യൂനു അവിടേക്ക് വരും. അവൻ വരുന്നത് തന്നെ വലിയൊരു കാറുമായിട്ടാണ്. അവൻ ഓൾറെഡി ഇതിൻ്റെ ഇൻഫർമേഷൻസ് എവിടുന്നോ കിട്ടിയിട്ടുണ്ട്, അതായത് ഇവരെ കൊടുക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും നടന്നുകൊണ്ടിരിക്കുക എന്ന്. അങ്ങനെ നമ്മുടെ യൂനു അവിടോട്ട് വന്നിട്ട് എല്ലായിടത്തും പറയും, വേഗം തന്നെ നിങ്ങളെല്ലാവരും കാറിലോട്ട് കയറി നമുക്കിവിടെ നിന്ന് വേഗം തന്നെ പോവണം എന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ ഇവരെയും കൊണ്ട് വണ്ടിയിൽ പോകാനായിട്ട് തുടങ്ങുന്നത്. നമ്മളുടെ ഹാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ അറിയാവുന്ന എല്ലാ ലോയേഴ്സിനെയും വിളിക്കും. അതേപോലെ തന്നെ പരിചയക്കാരെ എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ നോക്കും. എന്നാൽ ആരും തന്നെ ഫോൺ എടുക്കാൻ റെഡി ആയിരുന്നില്ല. അവിടെ നമ്മുടെ യൂനു ആണെങ്കിൽ പറയും, നിങ്ങളെല്ലാവരും ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വീടായിരുന്നാലും പണമായിരുന്നാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചിരുന്ന നിങ്ങളുടെ പേരില്ല എന്നല്ലേ. എങ്കിൽ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ നിങ്ങളെ എത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആക്കി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വന്നത്. ഈ കാരണത്തിൻ്റെ പേരിലാണ് ചെയർമാൻ്റെ സ്വത്തുക്കളെല്ലാം ആ ഗേൾ ഫ്രണ്ട് സ്വന്തമാക്കിയത്. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് എത്ര ദൂരമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാറിൽ തന്നെ കറങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ഇവരെയും കൊണ്ട് നേരെ ഇവൻ്റെ സ്ഥലത്തായിട്ടാണ് വരുന്നത്. പിന്നീട് നമുക്ക് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഹാങ് ആയിരുന്നാലും ഹാങ്ങിൻ്റെ അച്ഛനായിരുന്നാലും വന്നിട്ട് നമ്മുടെ യൂനുവിൻ്റെ പേരൻസിൻ്റെ അടുത്ത് എല്ലായിടത്തും ക്ഷമ ചോദിക്കും. അവരെല്ലാവരും ഭയങ്കര എളിമയോടെയാണ് നിൽക്കുന്നത്. എങ്കിൽ ഇവിടെ ഒരാൾ മാത്രമുണ്ട്, അതായത് എന്നെക്കൊണ്ട് ഇവിടെ ജീവിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നുള്ളൊരു മട്ടി നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മ തന്നെ. അവരാണെങ്കിൽ പറയും, എനിക്കിവിടെ പറ്റത്തില്ല, ഞാൻ എൻ്റെ ഏതെങ്കിലും കസിൻ്റെ വീട്ടിൽ പോയി നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കറങ്ങി നടക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഇവരെ പിടിച്ച് തടയാനൊരുങ്ങും. എന്നിട്ട് പറയും, നീ ഈ രാത്രി എവിടെ പോവാനാ, നീ ഇന്നത്തെ ദിവസമെങ്കിലും ഇവിടോട്ട് നിൽക്കും, നമുക്ക് പിന്നീട് എന്താന്ന് വെച്ചാൽ നോക്കാം. എന്നാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മ ഇതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവരാണെങ്കിൽ അവസാനം അവിടെ കറങ്ങി നടന്നിട്ടേ അവിടെ കിടന്ന ഒരു ചാണകത്തിനകത്ത് കയറി അങ്ങ് ചവിട്ടും. സത്യം പറഞ്ഞാൽ ഈ സീൻ കാണാൻ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഇവരുടെ കാലിൽ ഇങ്ങനെ ചാണാൻ പറ്റുന്നതും ഇവരുടെ വീട്ടിലുള്ള സ്വന്തക്കാർ പോലും ഇവരുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് റെഡി ആവത്തില്ല. അവരെല്ലാവരും മാറി നിൽക്കും. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് കൂടി അറിയത്തില്ല. അവരാണെങ്കിൽ എന്ത് വേണമെന്നറിയാണ്ട് ഇങ്ങനെ വീഴാനായിട്ട് പോകുന്നതും കറക്റ്റായിട്ട് അവിടേക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന നമ്മളുടെ യൂനുവിൻ്റെ അമ്മയാണ്. അവരാണെങ്കിൽ ഭയങ്കര സ്ലോ മോഷനിൽ ഭയങ്കര ഹീറോയിനെ പോലെയൊക്കെ വന്നിട്ട് ഭയങ്കര ഗെറ്റപ്പിൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ അമ്മേനെ അങ്ങ് പിടിച്ചു നിർത്തും. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ വീട്ടുകാരെല്ലാവരോടും ചേർന്നിട്ടേ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. അവർ വിചാരിക്കും എങ്കിലും നമ്മുടെ യൂനുവിനെ ഇത്രയും ടോർച്ചർ ചെയ്തൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് അവൻ എന്തിനാണ് ഇത്രയും സ്ട്രഗിൾസ് ഒക്കെ അനുഭവിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ വിളിച്ചുകൊണ്ട് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറയും. എന്നിട്ട് അവൾ പറയും, എനിക്ക് എന്തായിരുന്നാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറിപ്പൊക്കോളാം, നീ എന്തിനാ ഞങ്ങളെ ഇവിടോട്ട് കൊണ്ടുവന്നത് എന്ന്. അപ്പം നമ്മുടെ യൂനു പറയും, ഇതായിരുന്നു സേഫ്
സേഫായിട്ടുള്ള സ്ഥലം. എനിക്ക് വേറെ ഒരു സ്ഥലവും അറിയത്തില്ല. നിനക്കിവിടെ എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ നമ്മളുടെ ഹാങ് പറയാൻ തുടങ്ങും. പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ എങ്ങനെ എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിട്ട് വന്ന് നിൽക്കുന്നത്? ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിവിടെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ യൂനു പറയും, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ ഓക്കെ ആവുന്നത് വരെ ഞാൻ നിന്നെപ്പറ്റി കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാൻ അതുവരെയും നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്കെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ നിൻ്റെ ലൈഫിൽ നിന്ന് പൊക്കോളാം എന്നൊക്കെ നമ്മളുടെ യൂനു പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിന് ഭയങ്കരമായിട്ട് ഫീലാവും. അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നതും നമ്മളുടെ യൂനു അവളുടെ കയ്യെ പിടിച്ചിട്ട് പറയും, നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല, നമുക്കെല്ലാം സോൾവ് ആക്കാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മേനെയാണ്. അവർക്കാണെങ്കിൽ ഇപ്പോഴും അവരുടെ ഷൂസിനെ പറ്റി ആലോചിച്ചിട്ടാണ് ഭയങ്കര ടെൻഷൻ. അവിടെയാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചിയില്ലേ, അവരെഴുന്നിട്ട് നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ അമ്മയുടെ ചെരുപ്പൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി കൊടുക്കും. എങ്കിലും അതിൻ്റെ സ്മെല്ല് അങ്ങനെയൊന്നും പോയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിയാണെങ്കിൽ ഹാങ്ങിൻ്റെ അമ്മയടുത്ത് പറയും, ഇതിൻ്റെ സ്മെല്ല് ഇതുവരെയും പോയിട്ടില്ല, ഇപ്പോഴും അതിനകത്തുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളെ ഹാങ്ങിൻ്റെ അമ്മയ്ക്ക് എന്ത് വേണമെന്ന് അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെരുപ്പ് ഭയങ്കര വിലയുള്ളതായിരുന്നു. അപ്പോൾ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെരുപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ചെരുപ്പ് എടുത്ത് അവർക്ക് കൊടുക്കും. സത്യം പറഞ്ഞാൽ അവർക്കാണെങ്കിൽ അത് ഇടാനും ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്നതും അവിടെയായിട്ട് നമ്മുടെ യൂനുവിൻ്റെ അമ്മയാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. യൂനുവിൻ്റെ അമ്മേനെ കാണുന്നേ നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയ്ക്ക് അങ്ങ് ഒരുമാതിരിയാവും. എത്രയൊക്കെ പറഞ്ഞാലും യൂനുവിൻ്റെ അമ്മേനെ അവരാണെങ്കിൽ ഒരിക്കൽ ഒരു ഹോട്ടലിൽ വിളിച്ചിരുത്തിയിട്ട് നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്തതല്ലേ. എന്നാൽ നമ്മുടെ യൂനുവിൻ്റെ അമ്മയാണെങ്കിൽ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അവരാണെങ്കിൽ അതല്ല എന്നേ മറന്നു. ഉടനെ തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ പറയും, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വരണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മോനാണ് ഞങ്ങളെ ഇവിടോട്ട് കൊണ്ടുവന്നത്. നാളെ രാവിലെ ആകുമ്പോൾ തന്നെ എൻ്റെ ഒരു കസിൻ്റെ വില്ലയുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ അമ്മ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂനുവിൻ്റെ വീട്ടിലായിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ വീട്ടുകാരില്ലേ, അവരെല്ലാവരും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫുഡുകളല്ലേ കഴിക്കുന്നത്. അതായത് ഷെഫൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ്. അവരെ സംബന്ധിച്ച് നമ്മുടെ യൂനുവിൻ്റെ വീട്ടിലെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിയേർഡായിരുന്നു. വിയേർഡെന്ന് പറഞ്ഞാൽ അവർക്കാണെങ്കിൽ അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത നോർമലായിട്ടുള്ള ഫുഡായിരുന്നു. ഇവരെങ്കിലും അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അവിടെയാണെങ്കിൽ വാശി പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മളുടെ ചിയോള് തന്നെ. അവനാണെങ്കിൽ അവൻ്റെ വൈഫ് അവനെ കളഞ്ഞിട്ട് പോയാൽ നല്ല സങ്കടമുണ്ട്. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ ഫുഡിനകത്തെല്ലാം നല്ലതുപോലെ കുറ്റം പറയാനൊക്കെ തുടങ്ങും. അവൻ വെള്ളം ചോദിക്കും. അപ്പം നമ്മളുടെ യൂനുവിൻ്റെ ചേട്ടനാണെങ്കിൽ അവന് അവിടെ ഇരിക്കുന്ന ഫ്ലാസ്കിൽ വെള്ളം എടുത്ത് കൊടുക്കും. ഉടനെ അവൻ പറയും, ഞാൻ ഈ വെള്ളം കുടിക്കത്തില്ല, മിനറൽ വാട്ടർ തന്നെ എനിക്ക് വേണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ ഉടനെ തന്നെ നമ്മളുടെ ഈ ചിയോളിൻ്റെ തലക്കിട്ട് നല്ലൊരു അടി വെച്ച് കൊടുത്തിട്ട് ചോദിക്കും, എന്താണ് നീ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കത്തോളാം, ഇതെടുത്ത് കുടിയടാന്ന് പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ ദേഷിക്കും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മളുടെ യൂനുവിൻ്റെ വീട്ടുകാരില്ലേ, എല്ലാവരും കൂടി യൂനുവിനെ നോക്കും. അവൻ പെട്ടെന്ന് ഷോക്കായി പോവും. ഉടനെ തന്നെ നമ്മളുടെ യൂനു പറയും, നിങ്ങളാരും പേടിക്കേണ്ട, എൻ്റെ അടുത്ത് ഹാങ് ഭയങ്കര കാര്യമായിരുന്നു, എന്നെ അവൾ ഇങ്ങനെയൊന്നും അടിച്ചിട്ടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചിയും ചേട്ടനും കൂടി ഇന്ന് സംസാരിക്കുന്നതാണ്. അവരാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് മൊത്തം നമ്മളുടെ ഹാങ്ങിൻ്റെ ഫാമിലിനെ പറ്റിയാണ്. അവരുടെ ഫാമിലിക്ക് സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ട് പുറകിനെയായിട്ട് നമ്മളുടെ ഹാങ് വന്ന് നിൽക്കും. അവക്കാണെങ്കിൽ ഇപ്പം ഇതെല്ലാം കേൾക്കുന്നേ വലിയ കുലുക്കമൊന്നുമില്ല. നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിയും ചേട്ടനെ ഇവളെ കാണുന്നതും ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു. ഇവരാണെങ്കിൽ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവിടെ ചോദിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കണോ, ഞാൻ പാത്രം കഴുകി തരണോ എന്ന്. അപ്പോൾ അവർ പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, നീ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളിങ്ങനെ നിന്നെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ല, നിനക്ക് വിഷമമുണ്ടോ? അപ്പോൾ നമ്മളുടെ ഹാങ് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചിയാണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാൻ വരും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവരുടെ അടുത്ത് പറയും, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനിപ്പോൾ യൂനുവിൻ്റെ കൂടെ ഇവിടേക്ക് വന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, ഞാനും അവനും ഒന്നിക്കും, ഞങ്ങൾക്കിടയിൽ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്ന്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ എടുത്ത തീരുമാനം അത് അവസാനത്തേത് തന്നെ, അതിനകത്ത് യാതൊരു മാറ്റവും കാണത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ നമ്മളുടെ ഹാങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ചിയോളിനെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ബാത്റൂം കാണിക്കുന്നതാണ്. ചിയോളിനാണെങ്കിൽ ഇപ്പം നല്ല സങ്കടമുണ്ട്, അവൻ്റെ വൈഫ് അവനെ കളഞ്ഞിട്ട് പോയാൽ. എങ്കിലും അവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ശീലമായതാണ്. അവനെ കൊണ്ട് അതൊന്നും മാറ്റാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളുടെ യൂനുവിൻ്റെ അടുത്ത് അവൻ വാഷ്റൂം ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു കൊച്ചു വാഷ്റൂം കാണിച്ചു കൊടുക്കും. അവിടെ വന്നിട്ട് നമ്മളുടെ ചിയോളാണെങ്കിൽ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കും. അവിടെ ആയിട്ടൊരു ടവൽ ഇരിക്കുന്ന കാണും. ഇത് കാണുന്നേ നമ്മളുടെ ചിയോള് ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്താണെങ്കിലേ നമ്മുടെ യൂനുവിൻ്റെ ചേട്ടൻ്റെ ആ മോനില്ലേ, അവൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ചിയോള് ചോദിക്കും, ഈ പേരുള്ള കുട്ടിയാണോ നേരത്തെ ഇവിടെ നിന്നിരുന്ന നിങ്ങളുടെ ചേട്ടൻ്റെ മോൻ? ഉടനെ നമ്മുടെ യൂനു അതേ എന്ന് പറയും.
ഇത് കേട്ടുടനെ നമ്മുടെ ചിയോള് പറയും, ഓഹോ അപ്പോൾ ഈ ടവലിന് ആ കുഞ്ഞിൻ്റെ അത്രയും പ്രായമുണ്ടല്ലേ, എനിക്കിതൊന്നും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. എങ്കിൽ നമ്മുടെ യൂനു ആണെങ്കിൽ അവനെ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൻസ് എങ്ങനെയാണ്, അവനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ ഫാമിലിനെ തേടിക്കൊണ്ടിരിക്കുവാണ്. അവൻ അവിടെ വന്നിട്ട് അവൻ്റെ അമ്മയെടുത്ത് ചോദിക്കും, അമ്മ നിങ്ങൾ ഹാങ്ങിൻ്റെ ഫാമിലിനെ കണ്ടോ എന്ന്. അപ്പോൾ അവർ പറയും, അവരെ ഞാൻ കണ്ടില്ല, അവരെവിടേക്ക് ഒളിച്ചോടി പോയിട്ടുണ്ട്, അവർ പോയതെന്തായിരുന്നാലും കാര്യമായി, നമുക്കാണെങ്കിൽ കിട്ടേണ്ട സ്വത്തും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വന്നു ചേർന്നല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ യൂൻസെങ്ങിനുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഹാങ്ങിനെ കണ്ടുപിടിക്കണം. അവൻ ഇതൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഹാങ്ങിനെ കൂടി സ്വന്തമാക്കാനാണ് അവൻ ആഗ്രഹിച്ചത്, അല്ലാണ്ട് അവൻ്റെ ഡ്രീമിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ യൂൻസെങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അവിടെ പറയും, നീ ആ ഹാങ്ങിനെ പറ്റി അങ്ങ് മറന്നേരെ, അവളെ പറ്റി ചിന്തിച്ച് നീ നിന്റെ സമയം കളയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളിത് സ്വന്തമാക്കിയത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് നിനക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് നീ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ഉടനെ തന്നെ നമ്മളുടെ യൂൻസെങ് പറയും, അമ്മയ്ക്ക് അങ്ങനെ അങ്ങ് പറയാം, നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവരല്ലേ, അതേപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒരിക്കലും പണത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കുക എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂൻസെങ് അവിടെ നിന്നങ്ങ് പോവും. അവൻ എന്നിട്ട് ഒരാളെ കോൾ ചെയ്തിട്ട് പറയും, അതായത് നമ്മുടെ ഹാങ്ങിൻ്റെ ഫാമിലിനെ കണ്ടുപിടിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ അച്ഛനും അമ്മയും ഇല്ലേ, അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ തറയിലായിട്ടിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അവരവരുടെ ലൈഫിൽ ഇതുവരെ തറയിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണത്തിനും ഉറക്കവും വരാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ അടുത്തായിട്ട് നമ്മളുടെ ചിയോളും നല്ലതുപോലെ കിടന്ന് കരയുന്നുണ്ട്. അപ്പം നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ പറയും, എൻ്റെ മോൻ ഇങ്ങനെ കരയുന്ന കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, ഞാൻ അവൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ. അവനാണെങ്കിൽ കുഞ്ഞിലേ തൊട്ടേ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതെല്ലാം അവന് കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മളുടെ ഹാങ്ങിൻ്റെ അച്ഛൻ പറയും, നീ അവനെ വെറുതെ വിട്, അവൻ്റെ ലൈഫിൽ ഇപ്പം എന്തൊക്കെയാണോ സംഭവിച്ചത് അത് കാരണം അവൻ മെച്ചോർഡ് ആവുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, അവൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്തോളും, നീ അതുകൊണ്ട് ആവശ്യമില്ലാതെ അക്കാര്യത്തിൽ തലയിടേണ്ട കാര്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൻഡ് ജോയിനെയാണ്. അവരാണെങ്കിൽ ഇപ്പം അവരുടെ ചേട്ടനെ വിളിച്ചിട്ട് നല്ലതുപോലെ ഇരുന്ന് കരയുമായിരുന്നു. അവർക്ക് സങ്കടം സഹിക്കാനേ പറ്റത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ. എന്നാൽ നമ്മുടെ ആൻഡ് ജോയിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഒരു അമ്മാമ്മ വരും. ഇത് വേറെ ആരുടെയല്ല, നമ്മളുടെ യൂനുവിൻ്റെ അച്ഛൻ്റെ ആ ഒരു ഫ്രണ്ടില്ലേ, അയാളുടെ അമ്മ തന്നെയാണ്, അതായത് ആ വയ്യാത്ത അമ്മ. ഈ അമ്മ വന്നിട്ട് നമ്മളുടെ ആൻഡ് ജോയിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. എന്നിട്ടൊരു കർച്ചീഫ് കൊടുക്കും. ഇവർക്ക് സത്യം പറഞ്ഞാൽ അവരുടെ മോനെ നല്ല ഓർമ്മയില്ല. അവർ പറയും, മോളെ നീ എനിക്കൊരു സഹായം ചെയ്യണം. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയും, ഞാൻ അവൻ്റെ അമ്മയാ എന്ന്, നീ ഒരിക്കലും എന്നെ വിട്ടുകൊടുക്കരുത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആൻഡ് ജോയിക്ക് കാര്യം മനസ്സിലാവും. അവിടേക്ക് നമ്മളുടെ ഈ സാങ് വരും. സാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ യൂനുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്, അയാൾ വന്നിട്ട് അമ്മേനെ വിളിക്കും. അപ്പോൾ ആ അമ്മയാണെങ്കിൽ പറയും, മോളെ കണ്ടില്ലേന്നും പറഞ്ഞിട്ട് ആൻഡ് ജോയിയുടെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കും. ഉടനെ തന്നെ നമ്മളുടെ ആൻറ്റി ആണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ ഈ സാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അതെ, നിങ്ങൾ എന്തിനാ ഈ അമ്മയടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത്? ഈ അമ്മയെ എൻ്റെതാണ്, ഞാനാണ് ഇവരുടെ മോള്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻറ്റി ഇങ്ങനെ സംസാരിക്കും. ഇത് കേൾക്കുന്നേ സാങ് പറയും, അല്ല നിങ്ങളിത് എന്തറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇത് എൻ്റെ അമ്മയാണ്, ഞാൻ ഇവരെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ മോനാണെങ്കിൽ അമ്മേനെ നോക്കിയിട്ട് പറയും, അമ്മ നിങ്ങളുടെ ഫേവറേറ്റ് സീരിയൽ അവിടെ സ്റ്റാർട്ടായി, നിങ്ങൾ കാണുന്നില്ലേ എന്ന്. ഉടനെ തന്നെ ഈ അമ്മയാണെങ്കിൽ ഒന്നും നോക്കാതെ ഈ സാങ്ങിൻ്റെ കയ്യിൽ പിടിച്ചങ്ങ് നടന്നു പോകും. അപ്പോഴാണ് നമ്മളുടെ ആൻറ്റിക്ക് മനസ്സിലാവുന്നത്, അതായത് ഇവരുടെ യഥാർത്ഥ മോൻ തന്നെയായിരുന്നു ഇതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻറ്റിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമ്മുടെ യൂനുവിന് മെസ്സേജ് അയക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, അതായത് നാളെ ഞാൻ ലീവ് എടുത്താലോ, ഞാൻ നാളെ ഓഫീസിൽ പോകുന്നില്ല, നീ എന്ത് പറയുന്നു എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ ആ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ആക്കും. അവൻ പറയും, നാളെ എനിക്ക് ഓഫീസിൽ പോകണേ എന്ന്. ഉടനെ തന്നെ നമ്മൾ ഹാങ് ആണെങ്കിൽ തിരിച്ച് റിപ്ലൈ ആയിട്ട് അയക്കും, നിനക്ക് നാളെ ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ, നിനക്ക് നാളെ ലീവ് എടുത്തൂടെ എന്ന്. എങ്കിൽ അവൾ അതും ഡിലീറ്റ് ആക്കും. എന്നിട്ട് രണ്ടുപേരും ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ ഒരു ഓഡിയോ പ്ലെയർ ഇല്ലേ, അതെടുത്തിട്ട് നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് അവൾ പറയും, അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്ന നിൻ്റെ ഓഡിയോ പ്ലെയർ എടുത്ത് പാട്ട് കേട്ടോണ്ടിരിക്കുക എന്ന്. അപ്പം നമ്മളുടെ യൂനു ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, അത് എൻ്റെതല്ല, എനിക്ക് ഒരിടത്തു നിന്ന് കളഞ്ഞു കിട്ടിയതാ, എനിക്കൊരു സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതാ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ ആ ഓഡിയോ പ്ലെയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ എന്തുവാ അതിനകത്ത് അവളുടെ അതേ പേര് തന്നെ എഴുതിയിട്ടുണ്ട്, അതായത് എച്ച് എന്ന്.
ഇത് കാണുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ചാൽ അവളുടെ ഹൈസ്കൂൾ ടൈമിൽ കൊണ്ട് കളഞ്ഞ അതേ ഓഡിയോ പ്ലെയർ തന്നെയാണ് ഇത്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കും, ഓഹോ അപ്പോൾ അന്ന് എന്നെ രക്ഷിക്കാൻ വന്ന ചെറുക്കൻ യൂനു തന്നെയായിരുന്നല്ലേ. അതിൻ്റെ അർത്ഥം ഞാനും അവനും ഹൈസ്കൂളിൽ വെച്ചേ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിരിക്കുമോ, അവൻ പറയുന്ന അവൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഞാൻ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് ഭയങ്കര സന്തോഷിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹാങ് വിചാരിക്കും എന്തായിരുന്നാലും ഇതിനെപ്പറ്റി യൂനു അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നല്ലതുപോലെ സന്തോഷിക്കും, അവൻ്റെ ഫസ്റ്റ് ലവ് ഞാൻ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ യൂനുവിന് മെസ്സേജ് അയക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിനക്ക് ഈ ഓഡിയോ പ്ലെയർ ഗ്രൗണ്ടിൽ കിടന്ന് കിട്ടിയെന്നല്ലേ പറഞ്ഞു, ഉറപ്പായിട്ടും ഇത് ഏതെങ്കിലും ഒരു പെങ്കൊച്ചിൻ്റെ ആയിരിക്കും, അതുകൊണ്ടല്ലേ നീ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുന്നേ, നിനക്ക് ആ പെങ്കൊച്ചിൻ്റെ അടുത്തായിരുന്നോ ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവന് മെസ്സേജ് അയക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനു ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഹാങ്ങിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ ഫസ്റ്റ് ലവ് വേറെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചാന്നും കൂടി അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ റൂമിലായിട്ട് ഓടി വരും. എന്നിട്ട് അവൻ അവിടെ പറയാൻ തുടങ്ങും, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ആ ഓഡിയോ പ്ലെയർ ആരുടെ ആണെന്ന് കൂടി എനിക്കറിയത്തില്ല, അത് പെണ്ണിൻ്റെ ആണോ ആണിൻ്റെ ആണോ അതോ അവിടെ കിടന്ന ഏതെങ്കിലും അപ്പൂപ്പൻ്റെ ആണോ അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനു ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ നോക്കും. എന്നാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവൻ്റെ വായിന്ന് അവരുടെ ആ ഒരു ലവ് സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവൾ പറയും, ഓഹോ അങ്ങനെയായിരുന്നോ, അപ്പോൾ നിനക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് നീ പറയുന്നത്. ഉടനെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് ആ ഓഡിയോ പ്ലെയർ വാങ്ങിയിട്ട് അതിനെ ചുരുട്ടി ഒരു മേശയിലായിട്ട് എടുത്തങ്ങ് വെക്കും. അപ്പോൾ നമ്മളുടെ ഹാങ് പറയും, കണ്ടില്ലേ നീ ഇപ്പോഴും അതിനെ സേഫായിട്ടാണ് എടുത്ത് വെക്കുന്നത്, അതിൻ്റെ അർത്ഥം അത് അത്രയ്ക്കും പ്രഷ്യസ് ആണ് നിനക്ക്. അപ്പോൾ നമ്മളുടെ യൂനു പറയും, ഞാനത് സൂക്ഷിച്ചു വെച്ചേന്നുമല്ല, ഞാൻ ജസ്റ്റ് അതിനെ മേശയിലോട്ടൊന്ന് വെച്ചതേ ഉള്ളൂ, നീ എന്തായിരുന്നാലും അതൊന്നും ആലോചിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്കത് ആരുടെയാണെന്ന് കൂടി അറിയത്തില്ല എന്ന്. യൂനു ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഹാങ്ങിനും എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവൾ പറയും, എന്നാൽ പിന്നെ ശരി നീ ഇവിടെ നിന്ന് പൊക്കോ, എനിക്ക് റെസ്റ്റ് എടുക്കണം, ഞാൻ ഉറങ്ങാൻ പോവുക എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് അവളുടെ അടുത്ത് പറയും, അതെ നിനക്ക് കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ജനലൊന്ന് ജസ്റ്റ് തുറന്നിട്ടിരുന്നാൽ മതി, എങ്കിലേ നിനക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന്. ഇപ്പോഴും നമ്മളുടെ യൂനു അവളുടെ അടുത്ത് കെയർ കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു കുഞ്ഞ് സീനാണ്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ഉണ്ടല്ലോ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഓഡിയോ പ്ലെയറിനെ പറ്റിയിട്ട്. അവിടെ അവൻ്റെ ഫ്രണ്ട് ചോദിക്കും, അല്ല നിൻ്റെ ഭാര്യ എങ്ങനെ അറിയണം, നിനക്കാണെങ്കിൽ പണ്ടൊരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നീ അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുമാത്രം കിടന്ന് അലഞ്ഞതാ, ഒരു സിൻഡ്രല്ല സ്റ്റോറി പോലെ തന്നെയായിരുന്നു, എങ്കിലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കൂടി പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മളുടെ യൂനു പറയാം, അതെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെൺകുട്ടി തന്നെ ആയിരുന്നു അവൾ, ഞാൻ അവളെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് ചോദിക്കും, നിനക്ക് ഇനി അവളെ കണ്ടാൽ മനസ്സിലാവുമോ? അപ്പോൾ നമ്മുടെ യൂനു പറയും, പിന്നില്ലേ അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ തിരിച്ചറിയുമെന്ന്. എന്നാൽ നമുക്കിവിടെ സത്യം അറിയാമല്ലോ, യഥാർത്ഥത്തിൽ നമ്മളുടെ യൂനുവിന് ഇത്രയും കാലമായിട്ട് അത് ഹാങ് ആണെന്ന് കൂടി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.